എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പം നമ്മുടെ കുട്ടികൾക്കും ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണ് ഇപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെയും ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളത്. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഓപ്പണിംഗ് ആണ് മൈനർ അക്കൗണ്ട് ഓപ്പണിംഗ്. ഇപ്പം മൈനർ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പേരന്റിന് ഏതെങ്കിലും ഒരു ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടിയുടെ ആധാർ കാർഡ് ഒരു ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ഇപ്പം മൈനർ കുട്ടിയുടെ പേരിലാണ് നമ്മൾ അക്കൗണ്ട് എടുക്കുന്നെങ്കിലും അത് റൺ ചെയ്യുന്നത് പേരന്റ് ആയിരിക്കും, സ്റ്റോക്ക് ഒക്കെ ബൈ ചെയ്യുന്ന പേരന്റ് ആയിരിക്കും. ഇപ്പം കുട്ടിക്കാണെങ്കിൽ തന്നെ പോർട്ട്ഫോളിയോ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹോൾഡിങ്സ് സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമുക്ക് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലും അതുപോലെ തന്നെ ഇൻട്രാഡേയിലും ഒന്നും ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് മൈനർ അക്കൗണ്ടിൽ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് ഒന്നും വരുന്നില്ല. ഇപ്പം നമുക്ക് ഇപ്പം പേരന്റിന് ഇപ്പം അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരാൾക്ക് മാത്രമല്ല, ഇപ്പം നമുക്ക് 2-3 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു മൈനർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനറുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ക്യാൻസൽഡ് ചെക്ക് ആണ് നമുക്ക് മൈനറിന്റെ സൈഡിൽ നിന്ന് വേണ്ടത്. ഇപ്പം അച്ഛനും അമ്മയും അല്ല ഗാർഡിയനായിട്ട് നിൽക്കുന്നെങ്കിൽ നമുക്കൊരു ഗാർഡിയൻ ലെറ്ററിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഗാർഡിയൻ പാൻ, ഗാർഡിയൻസ് അഡ്രസ് പ്രൂഫ്, ഗാർഡിയൻ സിഗ്നേച്ചർ, ഇത്രയും പ്രൂഫുകളാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഒരു മൈനർ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാനുള്ള പ്രോസസ്സാണ് നമ്മൾ ഈ ഭാഗത്ത് കാണാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ പേരൻറ്റിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം അക്കൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫാമിലി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലിങ്ക് എ സബ് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും അതിനുശേഷം നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് ഓപ്പൺ ആവുന്നത്. അതിൽ കണ്ടിന്യൂ വിത്ത് കൈറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒരു പ്രൊഫൈൽ പേജാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ നമ്മൾ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളൊരു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം പേരൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ പുതിയൊരു നമ്പറാണെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. കാരണം ആ നമ്പറിലോട്ടായിരിക്കും ഇനി മെസ്സേജ് OTP ഒക്കെ വരുന്നത്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് വന്നിട്ടുള്ള OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഇമെയിൽ IDയിലോട്ടായിരിക്കും ഇനി മെസ്സേജും അതുപോലെ തന്നെ കൺഫർമേഷനൊക്കെ വരുന്നത്. അപ്പോൾ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇമെയിൽ IDയിലോട്ട് ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കുട്ടിയുടെ പാൻ കാർഡ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും സെറോദ നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ടു ഡിജി ലോക്കർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആധാർ നമ്പറുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള നമ്പറിലോട്ട് ഒരു OTP വരും. അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ 6 ഡിജിറ്റ് ഡിജി ലോക്കർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അലോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേരൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ IP വെരിഫിക്കേഷനാണ്. കുട്ടിയും പേരൻറ്റുമായിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുത്ത് നമ്മളത് അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം കൺഫേം എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നോമിനി ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. നമുക്കത് കമ്പൽസറി അല്ല, അത് നമുക്ക് സ്കിപ്പ് ഫോർ നൗ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സൈനിലോട്ട് കയറാം. അതിനുശേഷം നമ്മൾ എല്ലാ കോളം സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈനിങ് നൗ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും ഡിജിറ്റലി സൈൻ ചെയ്ത പേരൻ്റ് ആണ്. അപ്പം പേരൻറ്റിൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻഡ് OTP ക്ലിക്ക് ചെയ്യുക. ശേഷം OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സക്സസ്ഫുള്ളി സൈൻഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫിനിഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളൊരു മൈനർ അക്കൗണ്ട് സക്സസ്ഫുള്ളി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മൈനർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ഗുഡ് ബൈ.